കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. യുവതിയെ പിന്തുടർന്ന് ആക്രമിച്ച് അപമാനിക്കാൻ ശ്രമിച്ച കേസിലെ ദൃശ്യങ്ങൾ പുറത്ത്. മാരകായുധങ്ങളുമായി യുവാക്കൾ ലോറിയെ പിന്തുടരുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. സ്പാ ജീവനക്കാരിയായ യുവതിയെ പിന്തുടർന്ന് ആക്രമിച്ച് അപമാനിക്കാൻ ശ്രമിച്ച കേസിലെ ദൃശ്യങ്ങൾ പുറത്ത്. തിങ്കളാഴ്ച അർദ്ധരാത്രി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന യുവതിയോട് പ്രതികൾ മോശമായി പെരുമാറുകയായിരുന്നു. ഭയന്നുപോയ യുവതി അതുവഴി വന്ന ഒരു ബൈക്കിൽ ലിഫ്റ്റ് ചോദിച്ച് കയറി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും മാരകായുധങ്ങളുമായി യുവാക്കൾ ബൈക്കിനെ പിന്തുടർന്നു. ഇതോടെ ബൈക്കിൽ നിന്നിറങ്ങിയ യുവതി ആ സമയത്ത് വന്ന ടിപ്പർ ലോറിക്ക് കൈ കാണിച്ച് അതിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു. യുവാക്കൾ ലോറിയെയും 15 കിലോമീറ്ററോളം പിന്തുടരുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. കേസിലെ പ്രതികളായ ഈസ്റ്റ് മാറാടി പള്ളിക്കവല തട്ടാർക്കുന്നേൽ അജിത്ത്, മീൻകുന്നം പാറത്താഴത്ത് അദ്വൈത്, പഞ്ചായത്തുപടി ചാവാട്ട് ടോമി ഷാജി, ഹൈസ്കൂളിന് സമീപം ചാരപ്പുറത്ത് പുത്തൻപുരയിൽ അർജുൻ സനിൽ, മങ്കമ്പ്ര തെങ്ങനാൽ അശ്വിൻ രഘു എന്നിവരെ മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികൾ റിമാൻഡിൽ കഴിയുകയാണ്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.